നിങ്ങളൊരു പാവം മനുഷ്യരാണോ? അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഡെയിലി കാണുന്ന ആളുകളിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് പാവം മനുഷ്യരായി നമുക്ക് തോന്നാറുണ്ട്. എന്തൊക്കെയാണ് ഈ പാവം മനുഷ്യർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ? അല്ലെങ്കിൽ ഈ പാവം മനുഷ്യരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് എത്ര പേർക്ക് ആ ഒരു പാവം ആളുകളുടെ ക്യാരക്ടേഴ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ അലൻ MTPL. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പാവം മനുഷ്യർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമൂഹത്തിൽ പണ്ട് മുതലേ പറയുന്നത് തിരിച്ചു പ്രതികരിക്കാത്ത ആളുകളെയാണ്, അല്ലേ? നമ്മൾ പ്രതികരണശേഷി കുറവുള്ള ആളുകളെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ ഒരുപാട് സന്നദ്ധരല്ലാത്ത മനുഷ്യരെയാണ് നമ്മളൊരു പാവം കാറ്റഗറിയിലേക്ക് നമ്മൾ പെടുത്തുന്നത്, അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടൊരു പാവം മനുഷ്യനാണോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളൊരു സാഹചര്യത്തോട് നമ്മൾ പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുകയാണ് പലപ്പോഴും. നമുക്കത് എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയണമെന്ന് തോന്നിയിട്ടും നമ്മൾ പലപ്പോഴും ഉള്ളിലേക്ക് ഒതുക്കി വെക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മളൊരു പാവം മനുഷ്യരുടെ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് പാവം മനുഷ്യരാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ജീവിതത്തിൽ എല്ലാ സാഹചര്യത്തിലും നമുക്ക് ചാടിക്കയറി പ്രതികരിക്കാനൊന്നും പറ്റില്ല, അല്ലേ? നമ്മൾ പല സാഹചര്യങ്ങളിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാതെ വന്നാൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ള ഒരു വർക്ക് സ്പേസിലുള്ളത്. പക്ഷേ ജീവിതത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ, പ്രതികരിക്കേണ്ടതായ ഘട്ടങ്ങളിൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള മനുഷ്യര് വളരെയധികം മിണ്ടാതിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേനും വളരെ പാവം മനുഷ്യരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവരുടെ ഉള്ളിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതികരണശേഷി ഭയങ്കര കുറവായിരിക്കും. രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നോ പറയാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഉള്ളിൽ ഒരുപാട് പാവമായിട്ടുള്ള മനുഷ്യർക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ആവശ്യം നമ്മളോട് ചോദിച്ചാൽ, ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ സുഹൃത്തുക്കളോട് എങ്ങോട്ടെങ്കിലും പോകുന്നു, നമ്മളൊരു ഒരു 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 വാഹനം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ആ വാഹനം നമ്മൾ പെട്ടെന്ന് എടുക്കണ്ട എന്ന് നമുക്ക് ഒരാളോട് പറയണം എന്നുണ്ടെങ്കിൽ പോലും ആ ആ ഒരു നോ പോലും പറയാൻ പറ്റാത്ത രീതിക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഒരു പാവം ക്യാരക്ടർ വരുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു പാവം മനുഷ്യരാണെന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ ഈ നോ പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. നമ്മൾ ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ, ഒരു വലിയ രോഗകാര്യം പറയുന്നതിന്റെ ഒരു മീറ്റിംഗിന്റെ ഇടയ്ക്ക് നമുക്കതൊന്നും അറിയില്ലെങ്കിൽ പല മനുഷ്യരും അറിയാം അതിനെപ്പറ്റി എനിക്കറിയാം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു മിഡ് സ്റ്റേജിൽ നമ്മളിങ്ങനെ നിൽക്കും. അത് ഒരുപാട് ടോപ്പിലും അല്ല, ഒരുപാട് ലോയിലും അല്ല എന്ന് പറയുന്ന ഒരു മിഡ് സ്റ്റേജിൽ നമ്മളിങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കും. പക്ഷെ സത്യത്തിൽ അങ്ങനല്ല. നമുക്കൊരു കാര്യം അറിയില്ല എങ്കിൽ അതിനെ അറിയില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി വേണ്ടത്. കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒഴിഞ്ഞു, നമ്മൾ അവിടെ നിന്ന് വലിഞ്ഞു. ഓക്കെ, എനിക്ക് ഈ കാര്യത്തെപ്പറ്റി വലിയ പിടിയില്ല. പിന്നെ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളോ അതിനെപ്പറ്റിയുള്ള വാഗ്വാദങ്ങളോ ഒന്നും നമ്മൾ നേരിടേണ്ടി വരില്ല. കാര്യം നമുക്ക് ആ വിഷയത്തിനെ പറ്റി അറിയില്ല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു കാര്യമാണ്, നമുക്കൊരു കാര്യം നോ എന്നാണ് പറയാൻ ഒരു സാഹചര്യത്തിൽ നമുക്ക് തോന്നുന്നെങ്കിൽ ആ സാഹചര്യത്തിൽ നോ എന്ന് പറയുന്നതാണ് നല്ലത്. അപ്പൊ ഈ നോ പറയാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് പാവമായിട്ടുള്ള ആളുകൾ കാണുന്ന രണ്ടാമത്തെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ട് വളരെ വീക്കായിട്ടുള്ള ആളുകളായിരിക്കും ഈ വളരെ പാവമായിട്ടുള്ള മനുഷ്യർ എന്ന് പറയുന്നത്. നമ്മൾ ഈ പാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഒരാളിൽ ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ഉണ്ടാവാം, ഞാൻ ഈ പറഞ്ഞതിൽ കുറച്ചൊക്കെ മിസ്സിംഗ് ഉണ്ടാവാം. അങ്ങനെ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഒരാളിൽ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കേൾക്കുന്ന ഇപ്പൊ നിങ്ങളിലാണെങ്കിൽ പോലും ഇതുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇമോഷണൽ ആയിട്ട് നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വ്യക്തി എത്രത്തോളം ഇമോഷണലി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് വ്യക്തമാവും. ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു 20% എങ്കിലും നമുക്ക് ആ ഒരു വ്യക്തിയെ പറ്റി, നമുക്ക് അവരുടെ സംസാര ഭാഷയിൽ നിന്നും അവരുടെ ഒരു വോയിസ് ടോണിൽ നിന്നും അവർ എന്തൊക്കെ കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നതിൽ നിന്നൊക്കെ അവരെത്രത്തോളം ഇമോഷണലി ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പാവം ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഇമോഷണലായിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവരായിരിക്കാം. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇമോഷൻ സിറ്റുവേഷൻസിലേക്ക് വൾഗറായി പോകുന്ന, വൾഗർ എന്ന് ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അതായത് പെട്ടെന്ന് തന്നെ ആ ഒരു സാഹചര്യവുമായിട്ട് അവരുടെ സങ്കടങ്ങൾ, നമ്മുടെ സങ്കടങ്ങളിൽ ഒരുപാട് അത് കുറച്ചൊക്കെ നമുക്ക് വേണം, പക്ഷെ ഒരുപാട് അങ്ങോട്ട് ഉള്ളിലേക്ക് എടുക്കുകയും അങ്ങനെ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പാവമായിട്ടുള്ള മനുഷ്യരുടെ ഉള്ളിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം ആണ്, പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ പറയുന്നത്. ഇമോഷണൽ ആയിട്ട് ഭയങ്കരമായിട്ട് അവർ വീക്കായിരിക്കും. അവരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു കാര്യത്തിലേക്ക് പറഞ്ഞൊരു ഇമോഷണൽ ആയിട്ട് നമുക്ക് അവരെ ഒന്ന് തളർത്തുക എന്നൊക്കെ പറയില്ല, അത് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുക. കാര്യം ഇമോഷണൽ ആയിട്ട് സ്റ്റേബിൾ ആയിട്ടിരിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഒരു സ്വഭാവ സവിശേഷത, അല്ലെങ്കിൽ ഈ വളരെ പാവമായിട്ടുള്ള ആളുകളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അവരുടെ സുഹൃത്തുക്കളോട് അവർ കുറച്ചും കൂടെ കമ്മിറ്റഡ് ആയിരിക്കും. ഭയങ്കരമായിട്ട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് അവരുടെ എന്തും കൊടുക്കും എന്നുള്ള രീതിയായിരിക്കും. അത്രയും ഒരു സ്നേഹം, അമിതമായിട്ടുള്ളൊരു സ്നേഹം സുഹൃത്തുക്കളോട് അങ്ങനെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇത് കേൾക്കുന്നവരാണെങ്കിൽ പോലും, നിങ്ങൾക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരിക്കലും ഇങ്ങനെ തോന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോട്
വളരെയധികം ഒരു അറ്റാച്ച്മെന്റ് തോന്നുക. ഒരു സ്ഥലത്ത് നമുക്ക് പോകണമെങ്കിൽ പോലും അവരുടെ ഒരു സപ്പോർട്ട് വേണം. അവരില്ലെങ്കിൽ നമ്മൾ അവിടെ പോകുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പാവം മനുഷ്യനാണെന്ന് പറയാൻ പറ്റും. കാര്യം ഒരു ഒരു കുറച്ച് പാവമായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. അതിപ്പോൾ നമ്മുടെ വീട്ടുകാരായിരിക്കാം, പക്ഷെ വീട്ടുകാരെക്കാളും കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാരുടെ കൂടെയാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കൂട്ടുകാരോട് വളരെയധികം ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്നവരായിരിക്കും കുറച്ച് പാവമായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ. ഇതൊരു പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതായത് പോസിറ്റീവായിട്ട് എങ്ങനെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്ത് ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. പക്ഷെ ഒരുപാട് ഈ സുഹൃത്ത് ബന്ധങ്ങൾ ഓവറായാലും അതിൻ്റെതായ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാം. അപ്പോൾ എത്രത്തോളം ഈ ഒരു ക്വാളിറ്റി ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന പോലെ തന്നെ വളരെ പാവമായിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾ കുറച്ചും കൂടെ അവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കാം. അത് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷണം, നമ്മൾ കുറച്ചും കൂടെ ഒരു പാവമായിട്ടുള്ള ഒരാളാണ് എന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊരു പാവം മനുഷ്യനാണെന്ന് പറയാൻ പറ്റും. കുറച്ചൊക്കെ പാവമായിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരുപാട് നമ്മൾ എപ്പോഴും ഒരു ആംഗ്രി ഫേസിൽ നടക്കുന്നതിനേക്കാൾ കുറച്ച് പാവമായിരിക്കും നല്ലതാണ്. പക്ഷെ ഓവറായിട്ട് പാവമാവാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഒരു പാവം സുഹൃത്തിന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ കമന്റ് ആയിട്ട് പറയുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.